ആരാ ഇത് പറയുന്നത്? ഇസ്ലാമിക ലോകമാണ്. അപ്പോൾ യേശുവിനെ കുറിച്ച് കൺഫ്യൂഷനിലായിരിക്കുന്നവരെ പഠിപ്പിക്കുവാൻ യേശു വരുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ നിങ്ങൾക്ക് കൃത്യമായ മാർഗം തരാൻ വരുമെന്നല്ലേ എൻ്റെ അർത്ഥം. മുഹമ്മദ് മരിച്ചു വിധി കാത്തു കഴിയുകയാണെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ട് മരിച്ച് വിധി കാത്തു കഴിയുന്ന നന്മതിന്മകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട തനിക്കും തൻ്റെ അനുഗമിക്കുന്നവർക്കും എന്തു സംഭവിക്കുമെന്ന് പറയാൻ അറിയത്തില്ലാത്ത മുഹമ്മദിനെ അനുഗമിക്കണമോ? കഴിഞ്ഞ ദിവസം എം അക്ബർ സഹോദരൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അമുസ്ലിങ്ങളായ എല്ലാവരും മുസ്ലിങ്ങളും ഒന്നുപോലെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വീഡിയോ ആണത്. ഈ വീഡിയോയിലൂടെ എം അക്ബർ സഹോദരൻ പറയാതെ പറയുന്നത് അവസാന ഗ്രന്ഥം ഖുർആനല്ല എന്നുള്ളതാണ്. അവസാന പ്രവാചകൻ മുഹമ്മദ് അല്ല എന്നുള്ള വസ്തുത എം അക്ബർ വ്യക്തമായി ഈ വീഡിയോയിലൂടെ സമ്മതിക്കുകയും ഉറക്കെ പ്രഘോഷിക്കുകയുമാണ്. അപ്പോൾ എം അക്ബർ അടങ്ങുന്ന ക്രിസ്ത്യൻ വിമർശകരോട് ഞങ്ങൾ ഈ കണ്ട കാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എം അക്ബർ പറയുന്നത് യേശു ക്രിസ്തു വീണ്ടും വരുമെന്നാണ്, ഈസാ നബിയല്ല. ഇങ്ങനെയാണ് എം അക്ബർ സംസാരിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായും വലിയ കാലതാമസമില്ലാതെ ഖുറാനിലെ സാങ്കല്പിക കഥാപാത്രമായിരിക്കുന്ന ഈസാ നബിയിൽ നിന്നും ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച യേശു ക്രിസ്തുവിലേക്ക് എം അക്ബറിന്റെ ദൂരം വിദൂരമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അങ്ങനെ എം അക്ബറിലൂടെ അധിക കാലതാമസമില്ലാതെ ഒട്ടുമിക്ക ക്രിസ്ത്യൻ വിമർശകരും ഇസ്ലാമിക ലോകം മുഴുവനും തന്നെ ക്രിസ്തുവിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയും ഇവിടെ തെളിയുകയല്ലേ. നമുക്ക് എം അക്ബറിന്റെ അവകാശവാദങ്ങൾ കേൾക്കാം. ഖുർആൻ ഇവിടെ നമുക്ക് മറ്റൊരു വെളിച്ചം തരുന്നു. യേശു ക്രിസ്തുവിനെ പടച്ച തമ്പുരാൻ രക്ഷപ്പെടുത്തിയെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ വചനങ്ങളാണ്. അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല, മറിച്ച് അവർക്ക് അങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തത്, അങ്ങനെ സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവിനെ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു അപ്പോൾ ഇതാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടുമില്ല, കൊന്നിട്ടുമില്ല. അപ്പോൾ ഒരു വെറും നാടകം രചിക്കുന്ന, മനുഷ്യരെ കബളിപ്പിക്കുന്ന യഹൂദരെ മുഴുവൻ വിളിച്ചു വരുത്തി, കാൽവരിയിൽ യഹൂദരെ മുഴുവൻ വിളിച്ചു വരുത്തി, പീലാത്തോസിൻ്റെ അരമനയിൽ യഹൂദരെ വിളിച്ചു വരുത്തി ഒരു നാടകം അവതരിപ്പിക്കുന്ന നാടകകൃത്ത് എം അക്ബർ സഹോദരൻ കൃത്യമായും ഒരു ഹാസ്യ നാടകം എഴുതുന്ന, മനുഷ്യർക്ക് അല്പം എൻജോയ്മെൻ്റ് നൽകുന്ന, കുരിശിലെ നാടകം അവതരിപ്പിക്കുന്ന വെറും നാടകകൃത്താക്കി എം അക്ബർ അള്ളാഹുവിനെ മാറ്റുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള വസ്തുത എം അക്ബർ സമ്മതിക്കുകയാണ്. അങ്ങനെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ മുമ്പിൽ കുരിശ് മരണം എന്ന നാടകം അവതരിപ്പിക്കുന്ന ഒരു നാടകകൃത്തായി എം അക്ബർ അള്ളാഹുവിനെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം സത്യമല്ല എന്ന് എം അക്ബർ പഠിപ്പിക്കുകയാണ്. തുടർന്ന് കേൾക്കാം. ഈ ഭൂമിയിലേക്ക് വരുമെന്നും അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു 2-ാം തവണ ഈ ഭൂമിയിലേക്ക് വരുമെന്നും യേശുവിനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ തർക്കത്തിലായിരിക്കുന്ന ആളുകൾക്കിടയിൽ സത്യസന്ദേശം പ്രചരിപ്പിക്കുമെന്നും യഥാർത്ഥത്തിൽ യേശുവിന്റെ പ്രവചന പ്രകാരം ഒന്നുകൂടെ മുഴുവൻ കേൾക്കാമേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുമെന്നും അങ്ങനെ ആ മതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഇവിടെ കഴിഞ്ഞു പോകുമെന്നും എല്ലാം ഹദീസുകളിൽ കാണാം. അപ്പോൾ കൃത്യമാണ് അവസാന പ്രവാചകൻ മുഹമ്മദ് അല്ല എന്നുള്ള വസ്തുത എം അക്ബർ കൃത്യമായും സമ്മതിക്കുകയാണ്. അവസാന പ്രവാചകൻ മുഹമ്മദ് അല്ല. അങ്ങനെയെങ്കിൽ മുഹമ്മദ് പരിചയപ്പെടുത്തേണ്ടിയിരുന്നത് യേശു ക്രിസ്തുവിനെ അല്ലേ? ഇനി വീണ്ടും വരാനിരിക്കുന്നവനും യേശു ക്രിസ്തു എന്ന് എം അക്ബർ പറയുന്നു. ഇസ്ലാമിക പ്രമാണ രേഖകളിലുണ്ട് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമിക ലോകം അംഗീകരിച്ച ഇസ്ലാമിക നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പറഞ്ഞു കൃത്യമായും മുഹമ്മദിൻ്റെ അവകാശവാദങ്ങളെ ഇവിടെ എം അക്ബർ കൃത്യമായും നിഷേധിക്കുകയും ഖുറാന്റെ ആധികാരികത നിലനിൽക്കുന്നതല്ല, അവകാശവാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ എം അക്ബർ സമ്മതിക്കുകയുമാണ് എന്നുള്ളതാണ്. യേശുവിനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ തർക്കത്തിലായിരിക്കുന്ന ആളുകൾക്കിടയിൽ സത്യസന്ദേശം പ്രചരിപ്പിക്കുമെന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തർക്കത്തിലായിരിക്കുന്ന ആരാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് തർക്കിക്കുന്നത് എം അക്ബറും ഇസ്ലാമിക ലോകവുമാണ്. വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പ് ചെയ്യാൻ പറയുന്നു. എം അക്ബർ അടങ്ങുന്ന ഇസ്ലാമിക ലോകമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംശയത്തിൽ. വേറെ ആർക്കും
യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു സംശയവുമില്ല. ഒന്നുമില്ല, അവർ യെസ് പറയും അല്ലെ നോ പറയും. പക്ഷേ ഈ ഇസ്ലാമിൽ അങ്ങനെയല്ല. അവസാന പ്രവാചകനാണെന്ന് പറയും, പക്ഷേ യേശു വരാനുണ്ടെന്ന് പറയും. അള്ളാഹുവിൻ്റെ ആത്മാവ് വചനമാണെന്ന് പറയും, പക്ഷേ മുഹമ്മദ വലിയവനെന്ന് പറയും. അപ്പോൾ ശരിക്കും കൺഫ്യൂഷനിൽ ആരാണ്? കുരിശിൽ തറച്ചു പക്ഷേ കൊന്നില്ല, കാണപ്പെടുകയാണെന്ന് പറയും. ആരാ ഇത് പറയുന്നത്? ഇസ്ലാമിക ലോകമാണ്. അപ്പോൾ യേശുവിനെ കുറിച്ച് കൺഫ്യൂഷനിലായിരിക്കുന്നവരെ പഠിപ്പിക്കുവാൻ യേശു വരുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ നിങ്ങൾക്ക് കൃത്യമായ മാർഗം തരാൻ വരുമെന്നല്ലേ എൻ്റെ അർത്ഥം? സെൽഫ് ഗോളല്ലേ എം അക്ബർ സാഹിബെ താങ്കൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയാതെയാണെങ്കിൽ താങ്കൾ സത്യം വിളിച്ചു പറയുകയല്ലേ? അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് വരിക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അള്ളാഹു വെറും ഒരു ഹാസ്യ നാടകം എഴുതുന്ന നാടകകൃത്ത് മാത്രമാണ് എന്ന് നിങ്ങൾ ഉറക്കെ പറയുകയും ഇനിയും യേശു ക്രിസ്തു വരാനുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളും നിങ്ങളോട് പറഞ്ഞത്. ഇനി നിങ്ങൾ ഖുറാനിലേക്ക് തന്നെ വാ. ഖുറാനിൽ 46-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ സ്വർഗത്തിലായിരിക്കും. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കും. ഞാൻ വിധികർത്താവായി വരും. ഞാൻ രക്ഷകനും കർത്താവുമാണ്. സത്തയിൽ ദൈവമാണ്. കൃത്യമായി ക്രിസ്തു പഠിപ്പിച്ചു. പക്ഷെ മുഹമ്മദ് പറയാ, എനിക്കറിയത്തില്ല, എനിക്കോ നിങ്ങൾക്കോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ക്രിസ്തു ആളാണ്. തീർച്ചയായും നീ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവരാകുന്നു. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്ക് വെച്ച് വഴക്ക് കൂടുന്നതാണ്. വഴക്ക് കൂടാനുള്ളവരാണ് നിങ്ങൾ. പക്ഷെ ക്രിസ്തു പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഞാൻ വിധികർത്താവാണെന്നാണ് പഠിപ്പിച്ചത്. ഇനി നോക്കുക, നീയും മരിക്കും. 39-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഖുറാൻ. തീർച്ചയായും നീ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവനാകുന്നു. മരിക്കാതിരിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കണമോ, മരിച്ച് വിധി കാത്തു കഴിയുന്ന മുഹമ്മദിനെ അനുകരിക്കണമോ എന്ന് എം അക്ബർ സാഹിബ് തീരുമാനിക്കുക. അങ്ങയുടെ വാക്കുകളിൽ തന്നെ മരിക്കാതിരിക്കുന്നവനും രണ്ടാമത് വിധികർത്താവായി വരുന്നവനുമാണ് യേശു ക്രിസ്തുവെന്ന് അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യം അതിൻ്റെ പൂർണ്ണതയിൽ വിളിച്ചു പറയുവാൻ എം അക്ബറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 21, 34, 35 ഖുറാൻ. നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനുസൃത നൽകിയിട്ടില്ല. എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ അവർ നിത്യജീവികളായിരിക്കുമോ? മുഹമ്മദ് മരിച്ചു വിധി കാത്തു കഴിയുകയാണെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ടാണല്ലോ എം അക്ബർ പറഞ്ഞത് ക്രിസ്തു വീണ്ടും വരാനുള്ളവനും മരിക്കാത്തവനുമാണ്. അപ്പോൾ യേശു ക്രിസ്തുവും ഈസാ നബിയും രണ്ടാണെന്നുള്ള കാര്യം അംഗീകരിക്കുകയും കൂടാതെ ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കും, യേശു ക്രിസ്തു മരണം ആസ്വദിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഒരു പരീക്ഷണം എന്ന നിലയിൽ നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നവനാണ്. യേശു ക്രിസ്തുവിനെ ഒരിക്കലും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം യേശു ക്രിസ്തു ദൈവമാണ്. അപ്പം ഈ വിഷയമാണ് എം അക്ബർ സാഹിബെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മരിച്ച് വിധി കാത്തു കഴിയുന്ന നന്മതിന്മകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട തനിക്കും തൻ്റെ അനുഗമിക്കുന്നവർക്കും എന്തു സംഭവിക്കുമെന്ന് പറയാൻ അറിയത്തില്ലാത്ത മുഹമ്മദിനെ അനുഗമിക്കണമോ? വഴിയും സത്യവും ജീവനും എന്നെ അനുഗമിക്കുന്നവർ സ്വർഗത്തിലായിരിക്കുന്നു വ്യക്തമായി പഠിപ്പിച്ച വീണ്ടും വരാനിരിക്കുന്നവനും വിധികർത്താവുമായ ക്രിസ്തുവിലേക്ക് വരണമോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ്.